ഹലോ ഓൾ. അപ്പം വീണ്ടും അടുത്ത ആഴ്ച എത്തിയിരിക്കുകയാണ്. അടുത്ത ടീം എൻ്റെ ടീമാണ്. എൻ്റെ ടീമിൽ ഞാനുണ്ട്, പപ്പണ്ണനുണ്ട്, ഹരിപ്രിയ ചേച്ചി, ബൈജു അണ്ണൻ, നിഹാസിക്ക, ഇത്രയും പേരാണ് എൻ്റെ ടീമിലുള്ളത്. പക്ഷേ ഇപ്പം സ്ഥലത്ത് ഞാനും പപ്പണ്ണനും മാത്രമേ ഉള്ളൂ. ഹരിപ്രിയ ചേച്ചിക്ക് ഡാൻസും അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ബൈജു അണ്ണന് അസുഖം പനിയായിട്ട് വരാൻ പറ്റത്തില്ല. നിഹാസിക്ക ജോലി സംബന്ധമായിട്ട് കുറച്ച് ദൂരെയാണ്, വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല, ഉള്ളവർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അതെ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് റോയിച്ചനും ലിജിയും രഞ്ജു ചേച്ചിയും ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആരും ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ടീമിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതേ ഉള്ളൂ. സഹായത്തിന് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ റോച്ച് എപ്പോഴും പറയുന്നത് വെച്ചാൽ വെറൈറ്റി കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇവിടെ ആരും മപ്പാസ് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ മപ്പാസും പിന്നെ നമ്മുടെ നെച്ചോറും അത് റോയിച്ചൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നെച്ചോറ്. അപ്പോൾ റോയിച്ചൻ്റെ സ്പെഷ്യൽ ഐറ്റമായ നെച്ചോറും പിന്നെ ചിക്കൻ മപ്പാസും സലാഡും പപ്പടവും അങ്ങനെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഉള്ളി ഇത് നെച്ചോറിനുള്ളത്, ഇത് മപ്പാസിനുള്ളത്, ഇത് നെച്ചോറിനുള്ളത്, അത് മപ്പാസിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്, തക്കാളി, പച്ചമുളക്, ചിക്കൻ വൃത്തിയാക്കിയത്. അപ്പോൾ റെസിപ്പിയൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മളിനി മപ്പാസ് വെക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഒരിക്കലും ഇല്ല, കൊള്ളാമായിരിക്കാം. ഇവിടെ കൊള്ളായാലും കൊള്ളില്ലേലും സാധനം എത്ര പെട്ടെന്ന് തീരും. ആ ഒരു കോൺഫിഡൻസ് അപ്പൊ നമ്മൾ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. ചേച്ചി ഇപ്പം പെരുംജീരകം, ബേ ലീവ്സ്, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം ഉണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിട്ട് കൊടുക്കും. ഒന്ന് മൂത്തതിന് ശേഷം വേണ്ട പുതിയൊരാള് സവാള ഉപ്പിടും, മുളക്. എന്താ ചെയ്യുന്നത്? നമ്മൾ മപ്പാസിനുള്ള ചിക്കനിൽ മസാല വരട്ടെ നമുക്ക് ആദ്യം. ഓക്കെ, ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയെ, ഇനി നമ്മൾ മസാല, ഗരം മസാലയാണ്, ഇനി ഉപ്പ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പൊ നമ്മുടെ ചിക്കനകത്ത് നല്ലതായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അധികം സമയം ഇത് വെക്കണ്ടെന്നാ? ഇല്ല, നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടു വരുന്ന ആ ഒരു സമയം മാത്രം. ഓക്കെ, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം പോരട്ടെ. നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം. ചിക്കൻ ഇതിനകത്ത് വലുതായിട്ട് വരണ്ടെന്ന് തോന്നില്ല ഇതിന്. ചിക്കൻ സോറി, ഉള്ളി നമുക്ക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതില് ഇപ്പൊ ഒരു 6 എണ്ണം ഇപ്പൊ ഇടാം. കാര്യം എരിവ് നോക്കിയിട്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് കുരുമുളകും പച്ചമുളകും തോന്നില്ല എരിക്ക് വേണ്ടുന്നത്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്തായാലും ഇഞ്ചിയുടെ ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം പരുവത്തിന് ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ്. 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് അതിനകത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു ടൈം മതി. കുരുമുളക് പൊടി നമ്മൾ ഇച്ചിരി ഇടുന്നുള്ളൂ. കാര്യം പച്ചമുളക് ചിക്കനകത്തും ചേർത്തിട്ടുണ്ട്. അതല്ല, എനിക്ക് തോന്നുന്നു പച്ചമുളക് നല്ല കാണുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇതിന്റെ പച്ചമുളക് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിലെ ഇടുന്നുള്ളൂ. അപ്പൊ മസാലയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ മസാലക്കകത്തൊക്കെ കിടന്നൊന്ന് സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രണ്ടാം പാൽ വെച്ചത്, തേങ്ങാപ്പാലില്ല. അതന്നെ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തേങ്ങാപ്പാലില്ല രണ്ടാം പാലൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി. അടുത്തത് ഉപ്പാ. അപ്പം ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കണം. നല്ല തീയില് വേവിക്കില്ലേ? അപ്പം നമ്മുടെ രണ്ടാം പാല് എല്ലാം ഒരുമാതിരി വറ്റി ചിക്കനൊക്കെ തന്നെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
അതിനകത്ത് ഒന്നാം പാൽ ഒഴിക്കാം. അങ്ങനെ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഈ ചിക്കൻ മപ്പാസിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചെറിയ തീക്കകത്ത് കിടന്ന് ചിക്കനുമായിട്ട് അതൊന്ന് സെറ്റായി വരുന്നോടെ വരെ ചെറിയ തീക്കകത്ത് കിടന്നൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുത്തുള്ളൂ. അങ്ങനെ സെറ്റായിരിക്കാൻ ഇനി കടുക് വറക്കണം. കടുക് വറക്കുവാണ്. അതിനകത്ത് പച്ചമുളകുണ്ട്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കടുക് വറക്കും. ചിക്കൻ മപ്പാസിന്റെ സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാസ്റ്റർ ഷെഫ് എല്ലാം കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ ഇനി നെച്ചോറിനടുത്തുള്ള പരിപാടിയിലോട്ട് പോവാണ്. അപ്പം നമ്മൾ നെച്ചോറിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വെച്ചാൽ ഇനി നമ്മൾ ആ ഉള്ളിയും ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ നെയ്ക്കകത്തിട്ട് വഴറ്റി അങ്ങ് എടുക്കാൻ പോവാം. ഓക്കെ. അരി അവിടെ കൂത്തിട്ടിട്ടുണ്ട്. ഉള്ളു വേവാൻ വേണ്ടിയാ അരമണിക്കൂർ. നെച്ചോറിനുള്ള അരി അരമണിക്കൂർ വെള്ളത്തിൽ കൂത്തിട്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള നമുക്ക് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബീൻസും ക്യാരറ്റും അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിന് നമുക്കിനി അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടെ കിടന്ന് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി നല്ല രീതിയിൽ ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഗോവയിൽ നിന്ന് പുതിയ ആളിനെ ഇറക്കിയിരിക്കണം. ഇതും വേണം നമുക്ക് ആ കറിക്ക് വെച്ച് മല്ലിയില ഇടാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, വയണയിലയുണ്ട്, പട്ടയുണ്ട്, ഏലക്കയുണ്ട്. വഴറ്റിയിട്ട് വെള്ളം ഇപ്പൊ കരിഞ്ഞു പോകുന്നു. സെറ്റ് സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊക്കെ എങ്ങനെ വെച്ചു? അതൊക്കെ മാസ്റ്റർ ഷെഫിന്റെ കഴിവ്. ബുദ്ധിമുട്ടാ. ഇതൊക്കെ കണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ, നമ്മള് വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ വ്യൂവേഴ്സിന് ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണേ കേട്ടാ സാർ. ടിപ്സ് പറഞ്ഞു കൊടുക്കണേ ഈ കറക്റ്റ്. നമ്മളങ്ങനെ ഈ നെയ്ച്ചോറൊക്കെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. അത് കണക്ക് തന്നെ ഡെക്കറേറ്റീവുമാണ്, എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാണിച്ചു തരാം. പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ്. കാരണം കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് വൈസും കൊള്ളാം. ഇനി എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കാം. ഇനി നമ്മുടെ നെച്ചോറും ഇവിടെ റെഡിയാണ്. നമ്മുടെ റോബി ചേച്ചൻ വെച്ചതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഇതെല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ അഭിപ്രായം പറയാം. അപ്പം ഞങ്ങളുടെ ടീമിന്റെ ഇന്നത്തെ ഫുഡ് എല്ലാവരും കഴിക്കുകയാണ്. അപ്പൊ ഇവരുടെ തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് ഹരിപ്രിയ ചേച്ചി? ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് ഇതിന്റെ കൂടെ മാച്ച് ആവോ ഇല്ല എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എല്ലാരും മുഖം കണ്ടപ്പോഴത്തേക്കിന് സന്തോഷം. അപ്പൊ എല്ലാരും കഴിച്ചു കഴിഞ്ഞു. ബാക്കി ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാനുള്ള ഞങ്ങൾ ഇത്രയും പേരുമായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരും കഴിച്ച്. നെച്ചോറ് അടിപൊളിയായിരുന്നു. ചിക്കൻ കറി ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. നെച്ചോറ് സൂപ്പറായിരുന്നു. അവരാണ് ചേച്ചി ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ കണക്ക് അവരാണ് ടീം വർക്ക് എന്നുള്ള രീതിയിൽ, ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ടീം ഏകോപിക്കാൻ പറ്റില്ല. കാര്യം ബാക്കി പല ആൾക്കാർക്കും പല കാര്യങ്ങളായിട്ട് മാറി നിന്നതുകൊണ്ട് മെയിൻ ക്യാപ്റ്റൻ തന്നെ ആയിരുന്നു. പിന്നെ ഒപ്പം പൊപ്പനുണ്ടായിരുന്നു മറ്റു കാര്യങ്ങൾ സാധനങ്ങൾ മേടിക്കാനായിട്ട്. പക്ഷേ നമ്മൾ സഹായിച്ചു, ഞങ്ങളെല്ലാവരും സഹായിച്ചു. ഈ പറഞ്ഞ കണക്ക് ചെയ്തു. അപ്പം ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ ബാക്കിയുള്ള, അതായത് അവരെ ടീം എന്നുള്ള രീതിയിൽ അഭിരാമി, പൊപ്പൈ അല്ലേ,
രണ്ടുപേര്. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എഫക്റ്റ് എടുത്ത് സഹായിച്ചു. പക്ഷെ എന്തായാലും ഫുഡ് വളരെ പ്രമാദമായിട്ടുണ്ട്. ഞാൻ പറയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ നെയ്ച്ചോറായാലും ഈ പറയുന്ന മപ്പാസ് ഇല്ലേ, ചിക്കൻ മപ്പാസ് എല്ലാം ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ആഹാരം കഴിച്ചു. അതാണ് പ്ലേറ്റ് മടക്കി വെച്ചിട്ടുണ്ട്, ഒരു ശകലം പോലും ഇല്ലാതെ എല്ലാ പ്ലേറ്റ് എല്ലാം വെച്ച് എല്ലാവരും അതേ അഭിപ്രായം പറഞ്ഞത്.